ആടുകളെ മേയ്ക്കാൻ ഗൾഫിലെത്തിയ ഒരു പ്രവാസി മലയാളി ഇപ്പോൾ മലബാർ എന്ന പേരിൻ്റെ പിറകെയാണ്. മലബാർ എന്ന പേരിനെ ചുറ്റിപ്പറ്റിയുള്ള പഠനമാണ് ഇദ്ദേഹം ഇപ്പോൾ നടത്തുന്നത്. തൻ്റെ പേരിനൊപ്പം ഡോക്ടറേറ്റ് ചേർക്കാനുള്ള ശ്രമത്തിലാണ് ഈ പ്രവാസി മലയാളി. ഒരു പതിറ്റാണ്ട് മുൻപ് ആട്ടിടയനായി അബുദാബിയുടെ അതിർത്തി പ്രദേശത്തെ ലിവ മരുഭൂമിയിലാണ് ഈ മലപ്പുറത്തുകാരൻ ആദ്യം എത്തിപ്പെട്ടത്. കാപ്പിരികൾക്കൊപ്പം ആടുകളെ മേച്ചും അന്തിയുറങ്ങിയും ഷെരീഫ് 1 വർഷം തള്ളി നീക്കി. പുസ്തകങ്ങളുടെ മണം പോലും ഇല്ലാതിരുന്ന മരുഭൂമിയിൽ ഒറ്റപ്പെടലും കഷ്ടപ്പാടും മാത്രമായിരുന്നു കൂട്ട്. ലിവ എന്ന സ്ഥലത്തെ ഷർവാനിയ എന്ന ഷാബിയിൽ ഒരു കാപ്പിരികളെല്ലാം താമസിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ ആഫ്രിക്കൻസ് ജോലി ചെയ്യുന്നവരുടെ അടുത്ത് ഒരു ആട്ടിടനായിട്ടാണ് ഗൾഫിലേക്ക് കടന്നു വന്നത്. പിന്നെ മുസ്രിഫ് പോലത്തെ ബനിയാസ് ബദാസൈദ് പോലത്തെ സ്ഥലങ്ങളിൽ അറബി വീടുകൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ഭാവനയെ ഉണർത്തി, അല്ലെ എൻ്റെ കഴിവുകളെ ഉണർത്താൻ എൻ്റെ ആ കാലത്തെ ഏകദേശം 1 വർഷത്തെ ആ ഒറ്റപ്പെട്ട ജീവിതം എൻ്റെ മനസ്സിനെ പാകമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഠിത്തം തുടങ്ങി. അത് +2ഉം ഡിഗ്രിയും പിന്നെ MBAയും ഒക്കെയായി പരിണമിച്ചു. കാപ്പിരികളുടെ കൂട്ടത്തിലും ഞാൻ പഠിക്കുക തന്നെയായിരുന്നു. അത് മാനസികമായ പഠനമായിരുന്നെങ്കിൽ വീണ്ടും ദുബായിലെത്തിയപ്പോൾ സാഹചര്യങ്ങൾ ഒത്തുവരികയും ഇവിടെ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളും വിശേഷ KMCC പോലത്തെ സംഘടനകൾ എന്നെ പ്രചോദിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ പേരിനൊപ്പം ഡോക്ടറേറ്റ് ചേർക്കാനുള്ള പരിശ്രമത്തിലാണ് തിരൂർ സ്വദേശിയായ ഷെരീഫ്. ലോകം സമുദ്ര വഴികളാൽ മാത്രം അറിയപ്പെട്ടിരുന്ന കാലത്ത് പോലും മലബാറിന് ചരിത്രത്തിൽ അതിൻ്റെ സ്ഥാനം ഉണ്ടായിരുന്നു. അതിനെ ഒന്ന് ഉയർത്തി കാണിക്കുക എന്നത് മാത്രമാണ് ഇതിൻ്റെ ശ്രമം. ഇന്തോനേഷ്യയിലെ മലബാർ അഗ്നിപർവ്വതം, മലബാർ റേഡിയോ സ്റ്റേഷൻ, മലബാർ ബാറ്ററി ഹൌസ്, ഫ്ലോറിഡയിലെ മലബാർ പ്രദേശം തുടങ്ങി ലോക ഭൂപടത്തിൽ ഇടം നേടിയ പ്രദേശങ്ങൾ, സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ, സസ്യവർഗ്ഗങ്ങൾ, ജന്തുവർഗ്ഗങ്ങൾ, ഗ്രന്ഥങ്ങൾ, സാഹിത്യകൃതികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥത്തിന്റെ പണിപ്പുരയിലാണ് 10 വർഷമായി ഗൾഫിൽ ജീവിക്കുന്ന ഷെരീഫ്. ഏകദേശം 32 രാജ്യങ്ങളിൽ തീർത്തും മലബാറിൻ്റെ നാമം അവശേഷിക്കുന്നുണ്ട്. 50 രാജ്യങ്ങളിൽ ഇൻഡയറക്റ്റായിട്ടും എനിക്ക് കണ്ടെത്താനായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇനിയും കണ്ടെത്തിയില്ലെങ്കിലും ഈ കണ്ടെത്തിയ വസ്തുതകളെ ഒരു ക്രോഡീകരിക്കുകയും അതിനെ ഒരു റെഫറൻസ് രൂപത്തിലുള്ള ഗ്രന്ഥമായി സൂക്ഷിക്കാനും അതേപോലെ തന്നെ അതിനെ ഒരു ഡോക്യുമെൻറ്റേഷൻ നൽകാനും അത്തരത്തിൽ എൻ്റെ ഉപരിപഠനത്തിന് ശേഷം ഇതൊരു PhD എടുത്ത് അതൊരു തീസിസായി ഉൾക്കൊള്ളിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. മലബാർ എന്ന പേരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഷെരീഫിനെ അറിയിക്കുക. 0095150821184 എന്ന മൊബൈൽ നമ്പറിലും mpsherif@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലും ഷെരീഫിനെ ബന്ധപ്പെടാം.